എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. അയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെയൊന്നും പറയോ? ഈ തീവ്ര ഫെമിനിസ്റ്റും തീവ്ര മെയിൽ ഷോവിനിസ്റ്റും അല്ലാത്ത ഒരു മധ്യമാർഗം നമുക്ക് എടുത്തൂടെ? അവിടെയാണ് നമ്മൾ പറയുന്നത്. ഉണ്ടല്ലോ, ആ തീവ്ര ഫെമിനിസ്റ്റ് നാക്കെടുത്ത അധിക പ്രസംഗം പറയും. നടപടികളാണ് ഈ സാധനം കാണുന്നത്. ദീപകിന്റെ മരണം ആ തീവ്ര ഫെമിനിസ്റ്റിന്റെ റിസൾട്ടാണ്. ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാഗത്തു നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊന്നും അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? തീർച്ചയായും പറയാൻ പറ്റും. അല്ല, തെറ്റാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. തീർച്ചയായും പറയാൻ പറ്റും. അല്ല, തെറ്റാണ്. ഞങ്ങളൊക്കെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു സ്ത്രീ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ പോലുള്ള ആളുകൾ പോകരുതെന്ന് പറയുന്നത്. കൊറേ എണ്ണുണ്ട്, ഒരു വിവരവും ഇല്ല. സംശയത്തിന്റെ ആനുകൂല്യം എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ, ഒരു സ്ത്രീ എന്നുള്ള. മാഡം, ഇത് പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? എന്താ ഇറങ്ങിപ്പോയോ? അതിജീവിതമാണെന്ന് തീരുമാനിക്കും. ആര് തീരുമാനിക്കും? കോടതി. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കും. നിങ്ങളാണോ അതിജീവിതം തീരുമാനിക്കുന്നത്? രാഹുലിന് അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് എന്ന് വെച്ചാ നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യം. നീ എടുത്തു ചാടി മണ്ടത്തിലൊന്നും കാണിക്കരുത്. അങ്ങനെ ബോംബെറിഞ്ഞു, ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാൽ മതി. കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനം ഉണ്ടെന്ന്. ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷം. 11 പേർക്കെതിരെ വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുകയാണ്. ഒരു ആവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. ആദ്യം ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു, മൂന്നാമത് വേറൊന്ന് പറഞ്ഞു. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ഈ മീഡിയക്കാരടക്കം ഗ്രാവിറ്റി കൂട്ടി എരിവും പുളിയും കൂട്ടി മാറി പറയുകയാണ്. അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല. അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകൾ. അതിനുവേണ്ടി ദീപകിനെ വേണ്ടി ന്യായീകരിക്കുന്നവരൊക്കെ തന്നെ ദീപക് നീതി വേണമെന്ന് പറയുന്നവരൊക്കെ സ്ത്രീ വിരുദ്ധരാന്ന് ചിത്രീകരിക്കുകയാണ്. എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നതാ. പിന്നെ ഈ സ്ഥാപനത്തിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുന്നത് കരുതിയാ ഞാൻ ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് നാളെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായാൽ അവരെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ പറയല്ലേ, പിന്നെ നമ്മക്കൊക്കെ ആരാ ഉള്ളത്? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.